ഹലോ ഗൈസ്, ഞാനിന്നൊരു മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും മീൻകറി വെക്കാൻ അറിയാം, എന്നാലും ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലായിരിക്കും മീൻകറി വെക്കുന്നതിന്. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ വെക്കുന്ന സ്റ്റൈലിൽ ഞാനൊന്ന് വെച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമല്ലോ. വളരെ എളുപ്പമാണ്. ഒരു തവണ നിങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് പൊടിയെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾ പിന്നീട് പൊടി ചേർക്കുന്നില്ല, ഈ ഒരു തവണ ഇങ്ങനെ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ പൊടിയെല്ലാം. അപ്പം നമുക്ക് ആദ്യമേ പൊടിയെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് എത്ര മീനുണ്ടോ അതിനനുസരിച്ച് നമ്മൾ പൊടി എടുക്കുമല്ലോ, ആ പൊടിയെല്ലാം ആണ് ഇവിടെ ചേർക്കുന്നത്. ഇപ്പം ഞാൻ അതിന് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അളവൊന്നും ഞാൻ പറയുന്നില്ല, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എത്ര മീനുണ്ടോ അത്രയും മീനിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പാകത്തിലാണ് പൊടി എടുത്തേക്കുന്നത്. അതിനകത്ത് കട്ടകളൊക്കെ കാണും. കട്ടകളെല്ലാം ഒന്ന് ഉടച്ച് പൊടിയെല്ലാം ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം കളറൊക്കെ മാറി പൊടിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. പൊടിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വെക്കണം. തണുത്ത് കഴിയുമ്പോൾ നമ്മളിതൊന്ന് അരച്ചെടുക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് മിക്സിയിൽ ഇടുന്നതിന് മുമ്പ് പൊടി നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിനകത്ത് ഇടാവുള്ളൂ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ചൂടായി പോവും. നമ്മളിതിപ്പം മിക്സിയുടെ ജാറിലേക്ക് പൊടിയെല്ലാം മാറ്റുകയാണ്. മൊത്തം പൊടി അതിനൊക്കെ ചേർത്ത് വെച്ച് ആ പാത്രം ഒന്ന് കഴുകി ശകലം വെള്ളവും കൂടെ ഒന്ന് ഒഴിക്കുക. നമ്മൾ ആ പൊടി മൂപ്പിച്ച പാത്രത്തിലേക്ക് ശകലം വെള്ളം കൂടെ ഒഴിച്ച് മൊത്തത്തിലൊന്ന് ഇളക്കിയെടുത്ത് അത് മിക്സിയിലേക്ക് ചേർത്ത് നമ്മളതൊന്ന് അരച്ചെടുക്കുകയാണ്. അരച്ചെടുത്ത് കഴിയുമ്പോൾ ഇത് ഈ ഒരു പരുവത്തിൽ വരും. നല്ല തിക്കായിരിക്കും. ഒരുപാട് വെള്ളം അങ്ങ് ചേർക്കരുത്. ഇച്ചിരി തിക്കായിട്ടുള്ള പേസ്റ്റാണ് നമുക്ക് വേണ്ടത്. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ കറിയിൽ ചേർക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നീട്ടി കൊടുത്താൽ മതി. ഇനി നമ്മൾ മീൻകറി വെക്കാനായിട്ട് ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോഴത്തേക്കും അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. കടുക് വറുത്ത് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ടുള്ള വെളിച്ചെണ്ണ. അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് നന്നായിട്ട് മൂത്ത് പൊട്ടി വരണം. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും സാധനങ്ങൾ നമ്മളെടുത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് നേരത്തെ നമ്മൾ അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ ആദ്യം കറിവേപ്പില കടുകിനകത്തേക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് കടുകിൻ്റെ കൂടെ. അതൊന്ന് മൂത്ത് കഴിയുമ്പം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും കൂടെ ഞാൻ അതിനകത്ത് ചേർത്ത് വഴറ്റി കൊടുക്കുകയാണ്. ഇഞ്ചി ഞാനിപ്പോഴേ ചേർക്കുന്നില്ല. ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മൂക്കുന്ന സാധനമാണ് ഇഞ്ചി. അതുകൊണ്ട് ഇഞ്ചി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്കും ഇഞ്ചി പയ്യെ പുറകെ ചേർത്താൽ മതി. ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വലിയ കഷ്ണം രണ്ടായിട്ടൊന്ന് പൊളന്നിട്ടാൽ മതി, അല്ലെങ്കിൽ ഒന്ന് കൂടി വന്നാൽ മൂന്നായിട്ടൊന്ന് അരിഞ്ഞാൽ മതി. ഒരുപാടങ്ങ് ചെറുതാക്കി അരിയണ്ട. കഷ്ണമായിട്ട് കിടക്കുന്നതായിരിക്കും നമുക്കത് കൂട്ടുമ്പോൾ ഒരു രസം. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളിയാണെങ്കിലും ഒരു ഉള്ളി രണ്ടായിട്ടോ മൂന്നായിട്ടോ അരിഞ്ഞാൽ മതി, ഒരുപാട് ചെറുതാക്കാൻ നിൽക്കണ്ട. ഇനി അതെല്ലാം നന്നായിട്ട് മൂക്കുന്നിടം വരെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. വഴന്ന് വരുന്ന പരുവം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ചെറിയൊരു ബ്രൗൺ കളറാകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അടിക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത്. ഇഞ്ചി പെട്ടെന്ന് മൂക്കുന്നതായതുകൊണ്ട് അടിയിലേക്ക് ഇഞ്ചി കരിഞ്ഞു പിടിക്കുന്ന പോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് ഇളക്കി കൊടുക്കുക. നിങ്ങൾ ഒരു തവണ വെച്ച് നോക്കിയാൽ ഇത് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും മീൻകറി വെക്കുന്നത്. അപ്പം ഇത് വേറൊരു സ്റ്റൈലാണ്. ഈ ഒരു സ്റ്റൈലിൽ വെച്ച് നോക്കിയാൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ ഇങ്ങനെ വെക്കത്തുള്ളൂ. ഉള്ളി ചെറുതായിട്ട് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. മുളകും മല്ലിയും മഞ്ഞളും കൂടെ മൂപ്പിച്ച് അരച്ച് വെച്ചില്ലേ, അത് നമ്മൾ ഈ ഉള്ളി വഴറ്റിയതിനോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തന്നെ നല്ല കുറുകിയൊരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. ഇനി നമ്മൾ ആ മിക്സി കഴുകി ബാക്കി വെള്ളം കൂടെ എത്ര വെള്ളമാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ വെള്ളം നമുക്ക് ഈ സമയത്ത് മിക്സി കഴുകി അങ്ങനെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അതിന് ഇത്ര അളവൊന്നുമില്ല. നമ്മുടെ മീൻകറിക്ക് എത്ര നീണ്ടിരിക്കണോ കുറുകിയിരിക്കണോ എങ്ങനെയാണെന്ന് വെച്ചാൽ അത്രയും വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ തിളച്ച് കഴിയുമ്പം മീൻകറിയുടെ ചാറൊരിച്ചിരി വറ്റും. അതോടെ കണക്കാക്കി വേണം വെള്ളം ഒഴിക്കാൻ.
നമ്മളിത് ഇപ്പോൾ അവിടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്കിവിടെ ഇപ്പോൾ ഇച്ചിരി ചാറായിട്ട് നീണ്ടിരിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇത്രയും നീട്ടിയാണ് വെക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇതിനിടയ്ക്ക്. പിന്നെ പുളി ചേർത്ത് കൊടുക്കാം. പുളിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനാണ് കേട്ടോ. ചിലർക്ക് പുളി കുറച്ച് മതിയായിരിക്കും. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം പുളി എല്ലാവർക്കും ഇഷ്ടം, അതുകൊണ്ട് ഞാൻ പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ. ഇനി ഇതിലേക്ക് ശകലം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവാപ്പൊടി കൂടിപ്പോയാൽ കഴിക്കും, അതുകൊണ്ട് കുറച്ചേ ഇട്ട് കൊടുക്കാവുള്ളൂ. ഇനി നമ്മൾ കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനെടുത്തിട്ട് കൊടുക്കാൻ സമയമായിട്ടുണ്ട്. അതൊന്ന് തിളച്ച് കഴിയുമ്പം ഇപ്പോൾ ഇതേ നമ്മുടെ അച്ചാറൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മീൻ ഓരോന്ന് പെറുക്കിയിട്ട് കൊടുക്കുക. ഇനി അത് പയ്യെ മീനിട്ട് കഴിഞ്ഞാൽ പിന്നെ പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കുക ചെയ്യുള്ളൂ. ഒരുപാട് നമ്മളിട്ട് ഇളക്കി കഴിഞ്ഞാൽ മീനങ്ങ് ഉടഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ കുറച്ചായിട്ട് അവിടെ ഇവിടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതേ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി മീൻ വേവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി മീൻകറി നല്ല പാകത്തിനാവും. ഇപ്പോൾ അതേ വെള്ളം വറ്റി മീൻകറി നല്ല തിക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ ചാറ് വറ്റി ആ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഇച്ചിരി ഡാർക്ക് കളറായിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് ശകലം പച്ച വെളിച്ചെണ്ണയും തൂവി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ആ മീൻകറിക്ക് നല്ലൊരു ടേസ്റ്റും മണമൊക്കെ വരും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ മീൻകറി വളരെ എളുപ്പമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും ഇഷ്ടപ്പെടും, മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ ഒരു തവണ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതേ വെക്കത്തുള്ളൂ. ഇനി ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചോറും ഉണ്ടാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.